ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കേ മൂന്നാറിലുള്ള ഗ്യാപ്പ് റോഡ് ഒന്ന് കണ്ടാലോ. നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഗ്യാപ്പ് റോഡിൽ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ മൂന്നാറിൽ നിന്നും ഏകദേശം നമുക്കൊരു 17 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പ് റോഡിൽ എത്തിച്ചേരാൻ കഴിയും. ഗ്യാപ്പ് റോഡിൽ എത്തിച്ചേർന്നുള്ള വ്യൂ ആട്ടോ ഇത്. ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മലകളുടെ ഇടയിലൂടെ പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഈ വഴി ഇപ്പം ഈ ഇടയ്ക്കായിട്ട് കുറച്ച് വലിയ രീതിക്ക് വിസ്താരമായിട്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് വരുവാണെങ്കിൽ നല്ല രീതിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു സ്ഥലമാണ് ഗ്യാപ്പ് റോഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നല്ല മനോഹരമായ വ്യൂ കാണാൻ കഴിയും കേട്ടോ. മുട്ടുകാടിൻ്റെയും വൈസന്മാലിയുടെയൊക്കെ നല്ല വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഇത് ദൂരെ കാണുന്നതാണ് ചൊക്കർമുടി. നമ്മൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഈ മനോഹരമായ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതേപോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പാർക്ക് ചെയ്യാൻ വണ്ടി, അതേപോലെ നമുക്കിവിടെ ടീ, കോഫി എല്ലാം കിട്ടുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഗ്യാപ്പ് റോഡ്. മൂന്നാറിൽ വരുവാണെങ്കിലോ അല്ലെങ്കിൽ സൂര്യനെല്ലിയിൽ വരുവാണെങ്കിലോ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഗ്യാപ്പ് റോഡിൽ വന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ മൂന്നാർ ടു മധുരൈ റോട്ടിലാണ് ഈ ഗ്യാപ്പ് റോഡ് ഉള്ളത്. കുമിളി, മധുരയൊക്കെ പോകുന്ന ഈ വഴിയിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിൻ്റെ എൻഡ് പോയിൻറ്റിലേക്ക് പോവാം. ഈ കാണുന്നതാണ് ഗ്യാപ്പ് റോഡിൻ്റെ എൻഡ് പോയിൻറ്റ്. അത് പൂപ്പാറ സൈഡിൽ നിന്ന് വരുമ്പം എൻഡ് പോയിൻറ്റും, അതേപോലെ മൂന്നാറിൽ നിന്ന് വരുവാണെങ്കിൽ എൻട്രി പോയിൻറ്റുമാണ്. ഇവിടെ നിന്നാണ് ചൊക്കർമുടിക്ക് കയറി പോകുന്നത്. ചൊക്കർമുടി ഇവിടെ നിന്നുള്ളൊരു മലയുടെ ഒരു ടോപ്പാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു മലയുടെ ടോപ്പ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഈ എൻട്രി പോയിൻറ്റിൽ ഇവിടെ എത്തിയിട്ട് ആ മേളിലേക്ക് നമ്മൾ നടന്ന് കയറി ചെല്ലണം. നല്ലൊരു ഭംഗിയാർന്ന വ്യൂ നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ രണ്ട് ടൈപ്പിലുള്ള ക്ലൈമറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത് രണ്ട് വലിയ മലകളായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ ചില സമയം ഈ മലയുടെ ഈ സൈഡിലേക്ക് നല്ല കോടമഞ്ഞും മറ്റേ സൈഡിൽ നല്ല ക്ലിയർ ക്ലൈമറ്റും കാണാൻ കഴിയും. അതുപോലെ നേരെ മറിച്ച് ആ സൈഡിൽ ഭയങ്കര കോടമഞ്ഞും ഇങ്ങോട്ട് നല്ല ക്ലിയർ ക്ലൈമറ്റും കാണാൻ കഴിയുന്നൊരു സ്ഥലം കൂടിയാണിത്. ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. കുമിളിക്കൊക്കെ പോകുന്ന ബസ്സാണ് ഇതിൽ പോകുന്നത്. അതേപോലെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന ബസ്സുകളും ഇതിലൂടെ സ്ഥിരം പോകാറുണ്ട്. നല്ല വലിയ വിസ്താരമായ നല്ലൊരു വഴിയാണ് കേട്ടോ ഇതിലൂടെ ഉള്ളത്. അപ്പം നമുക്കിതിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും വരുവാണെങ്കിൽ ഈ സ്ഥലം മിസ്സാക്കാതെ ഇങ്ങോട്ട് വരിക, ഗ്യാപ്പ് റോഡിലേക്ക് വരിക. മൂന്നാറിൽ നിന്നും സൂര്യനെല്ലിയിലേക്ക് വരുന്ന വഴിയാണിത്. നമുക്കിവിടെ സൂര്യനെല്ലിയിലേക്ക് വരുവാണെങ്കിൽ ഈ വരുന്ന വഴി തന്നെ ഈ വ്യൂസൊക്കെ നമുക്ക് കണ്ട് തന്നെ അങ്ങോട്ട് വരാൻ കഴിയും. അതേപോലെ നിങ്ങൾ മധുരയ്ക്കോ കുമിളിക്ക് പോവുകയാണെങ്കിലും ഈ വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സഞ്ചാരികളൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. നല്ല മനോഹരമായൊരു വ്യൂസ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇവിടെ നിന്ന് തൊട്ടാണ് അങ്ങോട്ട് ഗ്യാപ്പ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ വ്യൂ ഒന്ന് പോയി കണ്ടാലോ. പയ്യെ നമുക്ക് മുന്നോട്ട് നടന്ന് പോകാം കേട്ടോ. ഗസ്റ്റുകളുടെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒത്തിരി പേര് ഇവിടെ വന്ന് നിർത്തി ഈ വ്യൂസൊക്കെ കണ്ടിട്ട് പോകുന്നൊരു സ്ഥലമാണ്. ചിലവർക്കറിയില്ല, ചിലവർ നിർത്താറില്ല. പക്ഷെ നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് കാണാൻ കഴിയുക. കണ്ടോ, താഴേക്ക് നല്ല ഭംഗിയാർന്ന ടീ പ്ലാന്റേഷനാണ് കേട്ടോ. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൻ്റെ ടീ പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. അങ്ങോട്ട് മേളിൽ കാണുന്നതാണ് ചൊക്കർമുടി. നമ്മൾ നടന്ന് കയറി പോകണം. അപ്പം നമ്മളിവിടെ വന്ന് താഴേക്കുള്ള വ്യൂ അങ്ങ് കാണുകയാണ് കേട്ടോ. കേട്ടോ, മനോഹരമായ വ്യൂ അല്ലേ. ഈ ഏരിയയിൽ നമുക്ക് ചില സമയത്തൊക്കെ വരുവാണെങ്കിൽ ആനകളെ കാണാൻ കഴിയും. അങ്ങ് താഴേക്ക് നിൽക്കുന്ന കാണാൻ കഴിയും. അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ ശ്രമിക്കരുത്. ഇവിടെ നിന്നിട്ട് നമ്മൾ സേഫായ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ആനകളെ കാണുക. നല്ല ഭംഗിയാണ് ഇവിടെ നോക്കാൻ. ദൂരെ കാണുന്ന സ്ഥലമാണ് ഓൾഡ് ദേവികുളം എന്ന് പറയും. അവിടെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാർന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇത് മൂന്നാറിൽ നിന്ന് നമ്മൾ ഈ കുമിളിക്ക് പോകുന്ന ഈ വഴി തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇതിലെ പോകുന്ന സഞ്ചാരികളൊന്ന് നിർത്തി ഈ വ്യൂസൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. പെട്ടെന്ന് വണ്ടി ഓടിച്ചങ്ങ് പോകരുത് കേട്ടോ. ഇത്രയും നല്ല വ്യൂ ഒക്കെ നമ്മൾ മിസ് ചെയ്തിട്ട് പോവുകയും ചെയ്യരുത് കേട്ടോ. നല്ല വ്യൂ അല്ലേ, നോക്കിയേ. ഇനി നമുക്ക് അടുത്തൊരു വ്യൂ പോയിൻറ്റിലേക്ക് പോകാം കേട്ടോ. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൻ്റെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒത്തിരി സഞ്ചാരികൾ വന്നിട്ട് നിർത്തുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു
ഒരു വാച്ച് പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഈ വ്യൂസൊക്കെ കണ്ട് ഇവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് നിൽക്കാവുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒത്തിരി സഞ്ചാരികൾ വന്നിട്ട് ഇവിടെ നിർത്തി ഈ വ്യൂസൊക്കെ കണ്ട് പോകുന്നതാണ്. പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. പെട്ടെന്ന് കോടമഞ്ഞ് വന്ന് എല്ലാം മൂടി പുതച്ച് വരുന്നൊരു സമയം ഉണ്ടാവും, പെട്ടെന്ന് മാറുകയും ചെയ്യും. ഒത്തിരി ആളുകൾ വന്നത് ആസ്വദിക്കാറുണ്ട്. രണ്ട് സൈഡിലേക്ക് മനോഹരമായ വ്യൂ ആണേ. ഇത് ലോക്കാർഡ് എസ്റ്റേറ്റിൻ്റെ ടീ പ്ലാന്റേഷനാണ്. നല്ല വ്യൂ ആണ്, നമുക്ക് വരുവാണെങ്കിൽ കാണാൻ കഴിയുക. എല്ലാ ടൈപ്പ് ക്ലൈമറ്റും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ല മഞ്ഞ് പെയ്യുന്നതും അതേപോലെ കോടമഞ്ഞുള്ളതും നല്ല ക്ലിയർ സ്കൈയും എല്ലാം ആ സീസൺ അനുസരിച്ച് മാറും. നല്ല മഴയുള്ള സമയം ഉണ്ടാവും. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നിങ്ങളിവിടെ വരുവാണെങ്കിൽ. ഇനി നമുക്ക് അടുത്ത ഇവിടെ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോകാം. ഈ സ്പോട്ട് ഏതാണെന്നറിയോ? നമുക്ക് കണ്ണൻ ദേവൻ ഹിൽസ്, അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മൾ ഒത്തിരി പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ണൻ ദേവൻ ടീയുടെ പരസ്യത്തിൽ കാണുന്ന സ്ഥലമാണ് കണ്ണൻ ദേവൻ ഹിൽസ്. നല്ല ഭംഗിയുള്ളൊരു പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ മൂന്നാറിൽ നിന്നും ഏകദേശം അടുത്തുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ കണ്ണൻ ദേവൻ ഹിൽസ്. നമ്മളിവിടെ വന്ന് ഇത് മിസ് ചെയ്യാതെ കാണാൻ നോക്കുക. നല്ല മനോഹരമായ ദൃശ്യമാണ് ഇവിടെ വരുവാണെങ്കിൽ. കണ്ടോ, ചെറിയ ചെറിയ മൊട്ടക്കുന്നുകൾ പോലെ ടീ പ്ലാന്റേഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും മൂന്നാറിൽ വന്ന് ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ.